ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ സംഘത്തിലെ ആദ്യ മലയാളികളിൽ ഒരാളാണ് ഫാദില. മലപ്പുറം മുടിക്കോട് സ്വദേശിനിയാണ്. അവിടെ MBBS പഠിക്കാം അല്ലേ? എന്താ അവിടുത്തെ അവസ്ഥ? ഇപ്പോൾ ഫുള്ള് ഞങ്ങളിപ്പോൾ ആദ്യം രാത്രിയൊക്കെ ഫുള്ള് സൗണ്ട് കേൾക്കും, എക്സ്പ്ലോഷൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി വേഗം ഞങ്ങൾ വേഗം മാറ്റി, കുമ്മക്ക് മാറ്റി. പിന്നെ അവിടുന്ന് മഷദക്ക്, പിന്നെ അവിടെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകുന്നത്. ഈ അറ്റാക്കൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ പേടിയുണ്ടായിരുന്നു? ആദ്യം സൗണ്ടൊക്കെ നല്ല കേൾക്കുമ്പോൾ പേടിച്ചിനും, പിന്നെ എല്ലാവരും ഒപ്പം ഉണ്ടായിക്കൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ല. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണോ? ഭക്ഷണത്തിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഭക്ഷണത്തിനൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അപ്പത്തിന് അവർ നല്ല ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ പഠിക്കുന്നത്? ഷഹീദ് ബേഷ്തി യൂണിവേഴ്സിറ്റി. MBBS. ആ. അപ്പോൾ ഇനി 4 വർഷത്തോട് ബാക്കിയുണ്ടല്ലേ ഇവിടെ? എന്താണ് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത്? ഇനി എപ്പോഴൊക്കെയാണ് ക്ലാസ് തുടങ്ങാൻ ആശങ്ക? ക്ലാസ് ഇപ്പം അതിൻ്റെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇപ്പം അവർ ഒരാഴ്ചക്കെല്ലാം ഫുള്ള് മാറ്റി വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. ഇനി ഒന്നും അറിയില്ല, അതിനെ പറ്റിയൊന്നും അറിയില്ല. നിലവിൽ എല്ലാം അവധിയാണല്ലേ? ഫുള്ള് അവധിയൊക്കെയാണ്. അവിടെ മലയാളികൾ വേറെ ഉണ്ടായിരുന്നു? ഒപ്പം ഉണ്ടായിരുന്നു മലയാളികളൊക്കെ? എൻ്റെ യൂണിവേഴ്സിറ്റി ഇല്ല, വേറെ യൂണിവേഴ്സിറ്റിയിൽ കുറേ 11 പേരൊക്കെ ഉണ്ടായിരുന്നു മലയാളീസൊക്കെ. ഇങ്ങനെ അറ്റാക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വന്നിരുന്നു പുറത്ത് പോകരുത്? അങ്ങനെ കുറേ നമുക്ക് റെസ്ട്രിക്ഷൻ കുറേ തന്നെ, നമുക്ക് എങ്ങോട്ടേക്ക് പോകണ്ടൊക്കെ കുറേ പറഞ്ഞിരുന്നു. സൗണ്ട് വയ്ക്കുമ്പോൾ എല്ലാവരോടും ബേസ്മെൻറ്റ് അടിയിലേക്ക് പോകാനൊക്കെ പറയാം ഞങ്ങളോട്. ശരിക്കും ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും? ആദ്യമായിട്ട് ഫസ്റ്റ് ആണെങ്കിൽ. പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. സൗണ്ട് മാത്രമേ വയ്ക്കുന്നു, അങ്ങനെയൊന്നും വലിയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ എംബസി ഒക്കെ ഒപ്പം ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ ഫുള്ള് സേഫ് ചെയ്യുന്നു. വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും വിളിക്കുമ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നോ? അതിന് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വാട്സപ്പും ടെലിഗ്രാം ഫുള്ള് ബ്ലോക്ക് ആക്കിയിരുന്നു. അപ്പോൾ ഇറാൻ ആപ്പ് മാത്രമേനു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പാനും ഇമ്മാനൊക്കെ എപ്പോഴെങ്കിലും വിളിക്കാനൊക്കെ പറ്റും. അവിടുത്തെ സംവിധാനം, അവിടുത്തെ ആപ്പ് വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ബന്ധപ്പെട്ട് തിരിച്ചു കൊണ്ടുവരാറുണ്ട്? ഇന്ത്യൻ എംബസിൻ്റെ വഴി കൂടെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഇപ്പോൾ എന്ന് പോകാൻ ഒരാശങ്കയുണ്ടോ പഠനത്തിൻ്റെ കാര്യത്തിൽ? ഇനി അറിയില്ല ഒന്നും. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു. എക്സാമൊക്കെ ഫുള്ള് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിനെ പറ്റിയൊന്നും അറിയില്ല. മിക്കവാറും എല്ലാവരും പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ശരിക്കൊരു വല്ലാത്ത ആശങ്ക തോന്നുന്നുണ്ടല്ലേ അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ? എങ്ങനെയാണ് മുഹമ്മദ് മോളെ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാനുള്ളത് എങ്ങനെയായിരുന്നു? ശരിക്കും ആ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ, അറ്റാക്ക് ഫസ്റ്റ് ഡേയിൽ ആ പുലർച്ചെ നടക്കുമ്പോൾ പിന്നെ അറിയിച്ചിരുന്നു, സെയിം ടൈം അറിയിച്ചിരുന്നു. അപ്പോൾ അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടക്കം നിർദ്ദേശം കിട്ടിയിരുന്നു. പിന്നെ അടുത്ത ദിവസം എംബസിയിൽ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും ബന്ധപ്പെട്ട അവർ പറഞ്ഞു, നിങ്ങൾ ലോക്കൽ ഏരിയയിൽ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അറിയിക്കുക, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇവാക്വേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇത് നടത്താൻ ഇവിടുന്ന് ഉള്ള ഉപദേശങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ ഇവിടുന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടുന്നൊക്കെ പറഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ MLA ഉബൈദുള്ളാനെ ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ ഇ ടി മുഹമ്മദ് ബഷീറിനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ ലെറ്റർ അയച്ചിരുന്നു എംബസിയിലേക്ക്, തെഹ്റാൻ എംബസിയിലേക്ക് അയച്ചിരുന്നു. അതുപോലെ മിനിസ്ട്രി അറിയിക്കുകയും ചെയ്തിരുന്നു ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ. അങ്ങനെ അവർ എംബസിയിൽ നിന്ന് വിളിച്ചിരുന്നു, എനിക്കും വിളിച്ചിരുന്നു, പിന്നെ അവൾക്കും വിളിച്ചിരുന്നു. അന്വേഷണങ്ങൾ ചോദിച്ചറിഞ്ഞ് അപ്പോൾ അവർ ഉറപ്പ് നൽകിയിരുന്നു, സേഫ്റ്റി കിട്ടും, തീർച്ചയായിട്ടും റീലൊക്കേറ്റ് ചെയ്യും സേഫ് ഏരിയയിലേക്ക്. അങ്ങനെ തെഹ്റാൻ സിറ്റിയിൽ നിന്ന് ഖൂം എന്ന സിറ്റിയിലേക്ക്, സേഫായിട്ട് ഏരിയയിലേക്ക് കൊടുത്തിരുന്നു. അവിടെ ഞാൻ സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട്, കാരണം ന്യൂക്ലിയർ ഫെസിലിറ്റി ഫോറോദോ പിന്നെ അതുപോലെ നെറ്റാസൊക്കെ അവിടെയാണ്, അതിനടുത്താണ്. അപ്പോൾ അവിടുന്ന് മാറ്റം പറഞ്ഞ് പിന്നെ കൊടുത്തു. അങ്ങനെ മഷാദത്തിലേക്ക്, തുർക്കമെനിസ്ഥാൻ ബോർഡറിലേക്ക്, ഇൻ കേസ് ഇവാക്വേറ്റ് ചെയ്യണമെങ്കിൽ തുർക്കമെനിസ്ഥാൻ പോകാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് ബോർഡറിലേക്ക് ആക്കിയിരുന്നു. പക്ഷേ ഇറാൻ ഗവൺമെൻറ്റിലുള്ള കോർപ്പറേഷനിൽ അവിടുന്ന് ഇറാനിലെ ഒരു എയർലൈൻസ്, മഹാൻ എയർലൈൻസിലാണ് ഇപ്പോൾ മഷാദിൽ നിന്ന് ഡൽഹിക്ക് ഷിഫ്റ്റ് ചെയ്തത്. അവിടുന്ന് കോളേജിൽ നിന്ന് എങ്ങനെയാണ് വിളിക്കാനുള്ള സംവിധാനമൊക്കെ വളരെ പരിമിതമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ ബെല എന്ന് പറഞ്ഞൊരു പുതിയ ആപ്പുണ്ട്, പിന്നെ ഇറാൻ ഉണ്ടാക്കിയതാണ്. അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും വാട്സപ്പ് പോലെ, പക്ഷെ എന്നാലും അതിലൂടെ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. ഈ ആക്രമണം അറിഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒന്നാമത് പേടിയാറ് മുന്നേ നമ്മൾ ബ്രീഫ് ചെയ്തിരുന്നു നന്നായി, ചെറുതായിട്ട് കാര്യങ്ങൾ സാധ്യത ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ഈവൻ എക്സിറ്റ് റീ എൻട്രി ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. കാരണം ഏത് സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റായിരുന്നു, ശരിക്കും പ്രിപ്പയർഡ് ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ആൾറെഡി. ഇനിയിപ്പോൾ തുടർപഠനമൊക്കെ എന്ന് പോകാൻ പറ്റുന്ന സാഹചര്യം നോക്കിയിട്ട് ഇപ്പോൾ ഈ യുദ്ധപ്പോൾ ഏത് തരത്തിലേക്ക് നീങ്ങുമെന്ന് അറിയില്ലോ, സ്പ്രെഡ് ചെയ്യോ. അപ്പോൾ അന്നത്തെ ന്യൂസ് പ്രകാരം നമുക്ക് ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരു തേർഡ്
കൺട്രി ഉൾപ്പെടുകയാണെങ്കിൽ അത് സ്പ്രെഡ് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതിൻ്റെ സാഹചര്യം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓൺലൈനിലാണെന്നാണ് ചിലപ്പോൾ ചില എക്സാം ഒക്കെ ഓൺലൈൻ പറ്റും, പക്ഷേ എല്ലാം പറ്റില്ല. പറ്റില്ല. പ്രാക്ടിക്കലുള്ളത് പ്രാക്ടിക്കലിന് ചെയ്യണം, അത് കഴിയില്ല. തീർച്ചയായിട്ടും. ഈ യുദ്ധം മൂർച്ഛിക്കുകയാണെങ്കിൽ നമ്മളെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ തീർച്ചയായിട്ടും അത് ഇറാനെന്നല്ല, എൻ്റെ അഭിപ്രായം മിഡിൽ ഈസ്റ്റ് GCC ടു യൂറോപ്പ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് കാണാം, ഫ്യൂച്ചറിൽ കാണാത്തേ ഉള്ളൂ. ഒട്ടേറെ കുട്ടികളുണ്ടോ നമ്മളെ ഇവിടെ ഇതേപോലത്തെ യൂണിവേഴ്സിറ്റികൾ? ഒട്ടേറെ മലയാളി കുട്ടികളുണ്ടോ? ഇന്ത്യ യൂണിവേഴ്സിറ്റി ഇല്ല, വേറെ യൂണിവേഴ്സിറ്റിയിൽ കുറേ മലയാളീസ് ഉണ്ട്. അവർക്ക് വന്നുകൊണ്ടിരിക്കണം. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇനി എന്ന് പോകാൻ പറ്റുന്നത് അറിയാത്തതുകൊണ്ട് ഒരു വലിയ ആശങ്ക അല്ലേ? ഈ യുദ്ധത്തിൻ്റെ ബാക്കി പത്രമാണ്. തുടർ പഠനം എങ്ങനെയാകുമെന്നോ എന്ന് തിരിച്ചു പോകാൻ കഴിയുമെന്നോ ഇവർക്ക് നിശ്ചയമില്ല. മാത്രമല്ല ഒട്ടേറെ മലയാളികൾ ഇതുപോലെ ആ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ശരിക്കും ഇവരുടെ പഠനത്തെയും ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അനിശ്ചിതത്തിലാക്കിയിരിക്കുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18.